ഹായ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഭാഗമാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ സെക്കൻഡ് ടോപ്പിക് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. ദർ ആർ 3 famous modern linguists. Who are they? Ferdinand de Saussure, a Swiss linguist. His famous work, Course in General Linguistics, published in 1916. ഫസ്റ്റ് ആള് ഫെർഡിനൻഡ് ഡി സൊസിയോർ ആണ്, സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. അയാളുടെ ഫേമസ് വാക്കാണ് Course in General Linguistics, published in 1960. Second person, Edward Sapir, American linguist ആണ്. എഡ്വേർഡ് സാപ്പിയർ ആണ് തേർഡ് പേഴ്സൺ. നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ലിയോനാർഡ് ബ്ലൂം, അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആണ്. അയാളുടെ ഫേമസ് വർക്കിൻ്റെ പേര് ലാംഗ്വേജ്, പബ്ലിഷ്ഡ് ഇൻ 1933. ലിയോനാർഡ് ബ്ലൂമിൻ്റെ വർക്കിൻ്റെ പേര് ലാംഗ്വേജ് ആണ്, പബ്ലിഷ്ഡ് ഇൻ 1933. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പബ്ലിഷ്ഡ് 1960 ആണ് കേട്ടോ. അപ്പോൾ 3 മോഡൽ ലിംഗ്വിസ്റ്റ് നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ഫെർഡിനൻഡ് ഡി സൊസിയോർ ആണ്, സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. 2 എഡ്വേർഡ് സാപ്പിയർ ആണ്. 3 ലിയോനാർഡ് ബ്ലൂം ആണ്. 2 വർക്കിൻ്റെ പേര് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 അപ്രോച്ചുകളാണ്. സ്റ്റഡി ഓഫ് ലാംഗ്വേജിൽ 2 അപ്രോച്ച്. ഈ പറയാൻ പോകുന്ന 2 അപ്രോച്ചും ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് അപ്രോച്ച് ഓർ സ്റ്റഡി. ഇത് രണ്ടും ലാംഗ്വേജ് അനാലിസിസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡിയാണ്. ഡയക്രോണിക് സ്റ്റഡി ആൻഡ് സിങ്ക്രോണിക് സ്റ്റഡി, ഇത് രണ്ടും കോയിൻ ചെയ്ത ആൾ ആരാണ്? ഫെർഡിനൻഡ് ഡി സൊസിയോർ ആണ്. എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള വർക്കിലാണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ഡയക്രോണിക്, എന്താണ് സിങ്ക്രോണിക് സ്റ്റഡി എന്ന് നോക്കാം. Diachronic and synchronics are 2 different and complementary viewpoints in linguistics. അതായത് മനസ്സിലാക്കാം, ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് ആർ 2 different and complementary viewpoints in linguistic analysis. Diachronic and synchronic are 2 different and complementary viewpoints in ലിംഗ്വിസ്റ്റിക് അനാലിസിസ്. നമ്മൾ ലാംഗ്വേജിനെ അനലൈസ് ചെയ്യുന്നുള്ള 2 അപ്രോച്ചുകളാണ്. എന്തൊക്കെയാണ്? ഡയക്രോണിക് സ്റ്റഡിയും സിങ്ക്രോണിക് സ്റ്റഡിയും. അപ്പം ലിറ്ററലി ദ വേർഡ് ഡയക്രോണിക് മീൻസ് അക്രോസ് ടൈം. ലിറ്ററലി ദ വേർഡ് ഡയക്രോണിക് മീൻസ് അക്രോസ് ടൈം ആൻഡ് സിങ്ക്രോണിക് ലിറ്ററലി മീൻസ് വിത്തിൻ. അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കണേ. ഡയക്രോണിക് ലിറ്ററലി മീൻസ് അക്രോസ് ടൈം ആൻഡ് സിങ്ക്രോണിക് ലിറ്ററലി മീൻസ് വിത്തിൻ. അപ്പം എന്താണ് ഡയക്രോണിക് സ്റ്റഡി? സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഓവർ എ സ്പാൻ ഓഫ് ടൈം, ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് ഡയക്രോണിക് സ്റ്റഡി. അത്ര നിങ്ങൾ ഓർത്ത് വെക്കുക. ഡയക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൽ നമ്മൾ ഒരുപാട് സമയത്ത് എടുത്തിട്ട് പഠിക്കുക. ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഓവർ എ സ്പാൻ ഓഫ് ടൈം. നമ്മൾ എക്സാമ്പിൾ ഫ്രം സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിച്ചത്, മോഡേൺ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും, അങ്ങനെ ഓവർ എ സ്പാൻ ഓഫ് ടൈം അല്ലെങ്കിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചിട്ട് നമ്മൾ ലാംഗ്വേജിന് പഠിക്കുകയാണെങ്കിൽ അതിന് ഡയക്രോണിക് അപ്രോച്ച് എന്നാണ് വിളിക്കുക. മനസ്സിലായില്ലേ? ഓവർ എ സ്പാൻ ഓഫ് ടൈം ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ്. സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ് എന്നാവുമ്പോൾ അതിനെ ഡയക്രോണിക് സ്റ്റഡി എന്നാണ് പറയുക. ഇനി സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പഠിക്കും? സിങ്ക്രോണിക് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് റൊമാൻറ്റിക് ഏജ്. റൊമാൻറ്റിക് ഏജിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിച്ചു? എല്ലാവരും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത്? അത് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡയലക്റ്റുകൾ വ്യത്യാസങ്ങളുണ്ടോ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനെയാണ് ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള പോയിൻ്റ് ഓഫ് ടൈമിലുള്ള ഇതിനെ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് സിങ്ക്രോണിക് ആണ്. അല്ല, ഒരു പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ അത് ഡയക്രോണിക് ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡയക്രോണിക് ഓവർ എ സ്പാൻ ഓഫ് ടൈം ആണ്. ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ് വരെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ അതിന് ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയും. സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഓഫ് എ പെർട്ടിക്കുലർ ടൈം പീരിയഡ്. ഫോർ എക്സാമ്പിൾ, സ്റ്റഡി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് റൊമാൻറ്റിക് ഏജ്. ഓക്കെ, ഇനി നമുക്ക് ഡയക്രോണിക്കിൽ നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ് അല്ലേ. ഡയക്രോണിക് ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്.
ബട്ട് സിങ്ക്രോണിക് ഇസ് എ ജോഗ്രഫിക് സ്റ്റഡി, ഒരു ഏരിയയിലെടുത്തത് ജോഗ്രഫിക് സ്റ്റഡിയാണ്. ഡയക്രോണിക് ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്, സിങ്ക്രോണിക് ജോഗ്രഫിക്കൽ സ്റ്റഡിയാണ്. ഓക്കെ, ഒന്ന് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്, ഒരുപാട് സമയം എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. സിങ്ക്രോണിക് ആകുമ്പോൾ എന്താണ്, റീജിയണൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്, എന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നമ്മളെ സ്റ്റഡി മെറ്റീരിയലിനെ കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് അനലൈസ് ചെയ്യാം, എന്താണ് അതിൽ പറയുന്നത് എന്ന്. നിങ്ങളുടെ ബുക്കിൽ ഇതിൽ കൊടുത്തത് ലിംഗ്വിസ്റ്റിക്സ് ഈസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ദർ കോമ്പിനേഷൻ ആൻഡ് ഓർഗനൈസേഷൻസ്. പിന്നെ ഒരു ടേം കൂടെ പഠിക്കാനുണ്ട്, ഫിലോളജി വാസ് ദ മോഡേൺ ടേം യൂസ് ടു റെഫർ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഫിലോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വെറിയുടെ ആവരുത്, ഫിലോളജി ഈസ് ദ മോഡേൺ ടേം ഫോർ ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അല്ലേ, അതിൻ്റെ വേറൊരു പേരാണ് ഫിലോളജി ട്ടോ. ഫിലോളജി വാസ് ദ ഓൾഡർ ടേം യൂസ് ടു റെഫർ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ആദ്യം ഫിലോളജി എന്നാണ് പറഞ്ഞത്, പിന്നെ അതിൻ്റെ ന്യൂ ടേം ആണെന്ത്, ലിംഗ്വിസ്റ്റിക്സ്. മറന്നു പോകരുത്, ഫിലോളജി ഈസ് ദ ഓൾഡർ ടേം യൂസ് ടു റെഫർ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഫിലോളജി വാസ് റാദർ കമ്പാരിറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ആവാം അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ആവാം. എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഫോക്കസ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് വിത്തിൻ എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജ്. കമ്പാരിറ്റീവ് സ്റ്റഡി ആകുമ്പോൾ എന്താണ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്, സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് വിത്തിൻ എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജ്. ആ റിലേറ്റഡ് ലാംഗ്വേജിലുള്ള ഒരു ലാംഗ്വേജിലുള്ള വിത്തിൻ എ ലാംഗ്വേജിലുള്ള വേരിയേഷൻസ് ആണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി ആകുമ്പോൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു റൊമാൻറ്റിക് ഏജിലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിനാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് പഠിച്ചത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചത് ഒരുപോലെയാണോ, ഇൻഡിവിജ്വൽ വേരിയേഷൻസ്, ഡയലക്റ്റ്, ഇഡിയോലക്റ്റ് ഇതൊക്കെ ഉള്ള ഇങ്ങനത്തെ സ്റ്റഡിയാണ് എന്ത്, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഫോക്കസ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് വിത്തിൻ എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജ്. വിത്തിൻ എ ഫാമിലിയിലാണ് നടക്കുക. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി അനാലിസിസ് ഇവല്യൂഷൻ ഓഫ് ഫാമിലി ഓഫ് ലാംഗ്വേജ് ഓർ ദി ചേഞ്ചസ് ഒക്കർ വിത്തിൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ് ഓവർ എ ലോങ് കോഴ്സ് ഓഫ് ടൈം. ഒരു ലാംഗ്വേജിൽ തന്നെ, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ എല്ലാ ഏജിലും ഒരുപോലെ തന്നെയാണോ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നോക്കുക. അപ്പം സ്റ്റഡി ഓഫ് ലാംഗ്വേജ് നമുക്ക് രണ്ടായിട്ട് അനലൈസ് ചെയ്യാം, കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജും ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജും. ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഏതിലാണ്, ഡയക്രോണിക്കിലാണ്. കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് എന്തിലാണ്, സിങ്ക്രോണിക്കിലാണ്. സംശയമൊന്നുമില്ലല്ലോ. This type of study of changes in language over a span of time is called diachronic study. On the other hand, analysis the systematic interaction of the element of single language at a particular time is called synchronic study. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ. A new approach of the study of language began with the experiments and observation made by Ferdinand de Saussure, a Swiss linguist. He is regarded as the father of modern ലിംഗ്വിസ്റ്റിക്സ്. ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആരാന്ന് ചോദിച്ചാൽ ഫെർഡിനൻഡ് ഡി സൊസ്യൂർ ആണ്. ഹി കൺസിഡേർഡ് ലാംഗ്വേജ് ആസ് എ സെൽഫ് സഫിഷ്യൻറ്റ് സിസ്റ്റം. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലാംഗ്വേജ് ഈസ് എ സെൽഫ് സഫിഷ്യൻറ്റ് സിസ്റ്റം. പിന്നെ അയാളുടെ വർക്കിൻ്റെ പേര് കൂടെ പറയുന്നുണ്ട്, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പബ്ലിഷ്ഡ് ഇൻ 1960. അതിൽ പറയുന്ന അത്രേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ലിംഗ്വിസ്റ്റിക്സ് വേർ ഓൾസോ മെയ്ഡ് ബൈ അമേരിക്കൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റ് Edward Sapir and Leonard Bloom were notable among them. അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, വർക്കിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഇതിൽ കൊടുത്ത ഡേറ്റ് തെറ്റാണ് കേട്ടോ. ലാംഗ്വേജ് പബ്ലിഷ് 1933 പക്ഷേ ഇതിൽ കൊടുത്ത ഇത് തെറ്റാണ്. ഇനി നമ്മൾ സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ച് എന്താണെന്നൊന്നും കൂടെ പറയണം. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞത് സോസിയോർ ഇൻട്രൊഡ്യൂസ് ടൈം കോൺസെപ്റ്റ് ഓഫ് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ടൈം കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ സോസിയോർ ആണല്ലോ. ലാംഗ്വേജ് ക്യാൻ ബി സ്റ്റഡീഡ് ഓവർ എ സ്പാൻ ഓഫ് ടൈം ആസ് വെൽ ആസ് എ പോയിൻ്റ് ഓഫ് ടൈം. സ്പാൻ ഓഫ് ടൈമിലും പോയിൻ്റ് ഓഫ് ടൈമിലും നമുക്ക് ലാംഗ്വേജിനെ പഠിക്കാം. ദ ഫോർമർ ഈ സ്പാൻ ഓഫ് ടൈം ഈസ് കോൾഡ് ഡയക്രോണിക് ആൻഡ് ദ പോയിൻ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സിങ്ക്രോണിക്. ഡയക്രോണിക് അപ്രോച്ച് to the study of focus on the changes in language over language a span of time. സ്പാൻ ഓഫ് ടൈമിൽ വരുന്നതാണ് ഡയക്രോണിക്. ലാംഗ്വേജ് ഈസ് ഇവല്യൂഷണറി ആൻഡ് ഈസ് നോട്ട് സ്റ്റാറ്റിക് അല്ലേ. ലാംഗ്വേജ് ഇവല്യൂഷണറി ആണ്, സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്, നമുക്കറിയാം. ഇഫ് യു കമ്പയർ എ പാസേജ് ഫ്രം 14th century ഇംഗ്ലീഷ് പോയറ്റ് ജെഫ്രി ചോസർ വിത്ത് മോഡേൺ ഇംഗ്ലീഷ്, ഇറ്റ് വിൽ ബി ക്ലിയർ ദാറ്റ് ലാംഗ്വേജ് ചേഞ്ച്ഡ് കൺസിഡറബിളി. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞത് എന്താണ്, ജെഫ്രി ചോസർ, 14th centuryയിലുള്ള ഒരു പോയറ്റാണ് ജെഫ്രി ചോസർ.
ചോസർ ഇംഗ്ലീഷും മോഡേൺ ഇംഗ്ലീഷും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് മാറ്റം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുണ്ട് എന്ന്. ആ സ്റ്റഡി എന്താണ്? ഡയക്രോണിക് സ്റ്റഡിയാണ്. Diachronic study implies the study of the changes in language over a span of time. അതാണ് ഡയക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇംപ്ലൈസ് ദ സ്റ്റഡി ഓഫ് ചേഞ്ചസ് ഇൻ എ ലാംഗ്വേജ് ഓവർ സ്പാൻ ഓഫ് ടൈം. ഒരു കാലയളവിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഡയക്രോണിക് സ്റ്റഡി. നെക്സ്റ്റ്, synchronic approach to the study of language focus on the systematic interconnections and rules of long course of time. It is rather comparative and historical. It is comparative in the sense that analyze the similarities and differences with a family of related language. നേരത്തെ പറഞ്ഞതാണ്. It is historic because it focuses on the evolution of family of language, on the changes that occurs within a particular combination and organization, the constituent element of single language at a particular time. ഇത് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. സോസിയോ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സീയിങ് ലാംഗ്വേജ് ആസ് എ ലിവിങ് ഫിനോമിനൻ. ഒരു ലിവിങ് ഫിനോമിനായിട്ടാണ് കാണുന്നത്. He laid the stress on studying speech habit of community speaking a given language. നമുക്ക് ഓരോ എന്താ പറയുക, സ്ട്രെസ് ഓൺ സ്റ്റഡി ഓഫ് സ്പീച്ച് ഹാബിറ്റ് ഓഫ് എ കമ്മ്യൂണിറ്റി സ്പീക്കിംഗ് എ ഗിവൺ ലാംഗ്വേജ്. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ അതാണ് നോക്കേണ്ടത്. ആ ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെ കുറിച്ചിട്ടാണ്. അവരുടെ സ്പോക്കൺ ലാംഗ്വേജ് വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് കമ്പാരറ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് അനലൈസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് വിത്ത് എ ഫാമിലി ഓഫ് റിലേറ്റഡ് ലാംഗ്വേജസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ പറഞ്ഞത്, he analyzed the underlying system of language in order to demonstrate the integrated structure. He placed language as in social context. As against the total historical study of language, sociologists stress on importance of seeing language existing a state at particular point of time. Synchronic linguistics sees language as a living whole. അപ്പോൾ സിങ്ക്രോണിക് സ്റ്റഡിയാണ് കുറച്ചും കൂടെ സോസിയോറ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്? സിങ് ലാംഗ്വേജ് എസ് എ ലിവിങ് ഹോൾ. ഒരു ലിവിങ് ഹോളാണ് ലാംഗ്വേജ് എന്നാണ് സിങ്ക്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ആദ്യം നമ്മൾ പറഞ്ഞത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് 3 ആളെ പേര് പറഞ്ഞു, അവരുടെ വർക്കിൻ്റെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഡയക്രോണിക് സ്റ്റഡി സിങ്ക്രോണിക് സ്റ്റഡിയാണ്. സിങ്ക്രോണിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഓഫ് എ പെർട്ടിക്കുലർ അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് പറയാം. ഡയക്രോണിക് എന്ന് പറഞ്ഞാൽ പീരിയഡ് ഓഫ് ടൈം അല്ലെങ്കിൽ സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നതിനെയാണ് പറയാം. അപ്പം എന്നിട്ട് ഇതിലുള്ള നോട്ടും കൂടെ ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഫെർഡിനാൻഡ് സോസിയോറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു ടേമാണ് എന്ത്? ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക്. അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക്. ഡയക്രോണിക് ആകുമ്പം ഹിസ്റ്റോറിക്കലാണ്, സിങ്ക്രോണിക് ആകുമ്പം എന്താണ്? പോയിൻ്റ് ഓഫ് ടൈം ആണെന്ന് ഓർത്ത് വെക്കുക. ആദ്യം ഡയക്രോണിക് ഒന്ന് പഠിച്ചാൽ മതി, അപ്പം മറ്റേ ഡിഫറൻസ് മനസ്സിലാവും. ഡയക്രോണിക് ആകുമ്പോൾ എന്താണ്? അത് സ്പാൻ ഓഫ് ടൈമാണ്. അപ്പം നിങ്ങൾക്ക് അറിയും സിങ്ക്രോണിക് എന്താണ്? പീരിയഡ് ഓഫ് ടൈം അല്ല, പോയിൻ്റ് ഓഫ് ടൈമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.